എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. കാരണം എന്താ പറയുമോ, എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ആൽബിനിസം പോലുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി അവർ മരണപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ലോകത്ത് സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെ? ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആൽബിനിസം റിലേറ്റഡ് ആയിട്ട് ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കിടയിൽ അവർ മരണപ്പെടുന്നതിൻ്റെ ഒരു കാരണം ചില ആളുകളുടെ അന്ധവിശ്വാസമാണ്. പല തരത്തിലുള്ള അന്ധവിശ്വാസമുണ്ട്. അതിലൊരെണ്ണമാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ചില ആളുകൾ ഡെവിളാണെന്ന് വിചാരിക്കും. ചില ആളുകൾ ഞങ്ങൾ ഡെവിളിഷ് ബർത്താന്നാണ് ചിലർ വിചാരിക്കുക. അപ്പോൾ മന്ത്രവാദികളായിരിക്കും നമ്മളെ തട്ടിക്കൊണ്ടുപോകുക. കുട്ടൂസന്നെ ലൂട്ടാപ്പിയെ കിട്ടുന്ന പോലെ ആയിരിക്കും. പറയുമ്പോൾ തമാശയാണ്, പക്ഷെ അതിനിരയാകുന്ന ആളുകളുടെ അവസ്ഥ കുറച്ച് ഭയങ്കര മോശം, ക്രൂരമാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇതിൽ ദൈവികത കൽപ്പിക്കുമ്പോഴാണ് ഇവർ ഒരു അത്ഭുത ശിശുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രദേശം, പ്രത്യേകിച്ച് ആഫ്രിക്കയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കൂടുതലാണ് ഇവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ ലൈംഗിക സുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് മാറാരോഗങ്ങൾ മാറും എന്നുള്ള എയ്ഡ്സ് പോലുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതെല്ലാം ഗൂഗിളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇപ്പോഴും വളരെ വിസിബിളായി കാണാൻ പറ്റും. പിന്നെയുള്ളത് ഈ കൂടുതലും മറ്റേ മന്ത്രവാദത്തിനെ ഇരയാക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ചില ആളുകൾ ഇതൊരു ഡെവിളിഷ് ജന്മമാണ് എന്നുള്ളതിൻ്റെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ ഊര് വിലക്കുക. ചിലപ്പോൾ അവരെ മാത്രമായിരിക്കും വിലക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോടു കൂടിയായിരിക്കും അവിടെ ഊര് വിലക്കുന്നത്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ അത്ര വിസിബിളായിട്ട് നമുക്ക് ഈ വാർത്തകളൊന്നും കേട്ടിട്ടില്ലെങ്കിൽ പോലും. അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതാണെന്ന് അറിയില്ല. ഞാൻ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ആ സെർച്ച് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് കീവേഡ്സ് നമ്മൾ അറിയണമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളെ കൊല ചെയ്യപ്പെടും, കൊന്നുകളയും? കൊല ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ബ്രൂട്ടലി റേപ്പിന് വിധേയമാകാറുണ്ട്. അത് സ്ത്രീകളോ പുരുഷന്മാരോ ആവാം, എല്ലാവരും ഉണ്ട്. ജെൻഡറൊന്നും അതിനകത്തൊരു പ്രശ്നമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ ജെൻഡർ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം. ഓക്കെ. ഈ മുഴുവൻ വെളുത്തിരിക്കുന്ന ആൽബിനിസമുള്ള ആളുകൾക്കും ശരീരത്തിൻ്റെ കൂടുതൽ ഭാഗം പതുക്കെ വെളുത്തു വരുന്ന വെറ്റിലിഗോ മനുഷ്യനും ഈ അൾട്രാ വയലറ്റ് റേയും ഈ ചൂടും എല്ലാം കൂടുമ്പോൾ അവർക്കുണ്ടാകാവുന്ന ബേസിക് ആയിട്ടുള്ള അലേർട്ടുകളിലൊന്നാണ് ഈ ഹാർട്ട് അറ്റാക്ക്, പക്ഷാഘാതം മുതലുള്ള കാര്യങ്ങൾ. എന്നാൽ ഇതിനെ ആ സമയത്ത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് അത് ഡയഗ്നോസിസ് ചെയ്തിരുന്നതെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യുമായിരുന്നു? ഈ വിഷയം അഡ്രസ്സ് ചെയ്യുമായിരുന്നു. അപ്പം നാളെ ഞാൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചാൽ എന്നെ അറ്റാക്ക് വന്ന് മരിച്ചതാണോ എന്നല്ല ആദ്യം നോക്കേണ്ടത്. അറ്റാക്ക് വന്നായിരിക്കും മരിച്ചത്, അതിന് ക്ലൈമറ്റ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? 4 പേര് എന്നെ വട്ടം കൂടി ഇടിച്ച് ഞാൻ അറ്റാക്ക് വന്ന് മരിക്കുന്നത് വേറെ, 4 പേര് എന്നെ ടോർച്ചർ ചെയ്ത് അറ്റാക്ക് വന്ന് മരിക്കുന്നത് വേറെ. ഞാനിവിടുന്ന് നടന്നു പോകുന്ന സമയത്ത് മറ്റേ ബലൂൺ പൊട്ടുന്ന പോലെ ലഡു പൊട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും ക്ലൈമറ്റ് കൂടിയ ഒരു സാധനമാണ്. പെട്ടെന്നുണ്ടാവുന്ന ആ ക്ലൈമറ്റിനെ എനിക്കൊരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ ഒരു കോമൺ സെൻസ് ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനങ്ങൾക്ക് ഇല്ല. അതിന് കാരണം സർക്കാർ സംവിധാനങ്ങൾ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു സംവിധാനവും ഇന്ന് വരെ, ഇനി സർക്കാർ സംവിധാനങ്ങൾ പോട്ടെ, ഇവിടെ എത്രയോ സർക്കാർ ഡോക്ടർമാരുണ്ട്, എത്രയോ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന വസ്തുക്കളിൽ ഒന്ന് ഈ കളർ കൂട്ടുന്നതും സൗന്ദര്യവർദ്ധക വസ്തുക്കളും. അതിനകത്തൊരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ മെലാനിൻ എന്ന് പറയുന്നത്. ആ മെലാനിൻ്റെ ശരീരത്തിൽ കൂടുതൽ കുറവിനെ ഇത്രയധികം മാർക്കറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഒരിടത്ത് പോലും ഒരു ആൽബിനിസം കെയർ ഹോസ്പിറ്റൽ ഇല്ലാത്തത്? അങ്ങനെ ആൽബിനിസം എന്താണെന്ന് പറഞ്ഞാൽ മെലാനിൻ എന്താണെന്ന് പറയേണ്ടി വരും. ആ മെലാനിൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിൽ എവിടെ ഉണ്ടാക്കാം എവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നും പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിൽക്കുന്ന ഫാഷൻ ഷോ മുതൽ ഇങ്ങോട്ടേക്കുള്ള പല വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് കോസ്മെറ്റിക്കുകളൊക്കെ കുഴപ്പം. ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഘടനകളോ എന്തെങ്കിലും നിലവിലുണ്ടോ ആൽബിനിസം? ഇല്ല, അങ്ങനെ ആൽബിനിസവുമായി ബന്ധപ്പെട്ട് സംഘടനകളില്ല. പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ്, നിങ്ങൾക്ക് കൂട്ടായിരുന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൂടിയെന്നുള്ളത്. അപ്പോൾ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനടക്കമുള്ള ഓരോ മനുഷ്യരും ജനിക്കുമ്പോൾ മുതൽ ഞങ്ങളെയൊക്കെ തന്നെയാണ് കാണുന്നുള്ളൂ. വളരെ കുറച്ച് പേരാണ് അവരുടെ കുടുംബത്തിൽ വേറെ ആളെ കാണുന്നുണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് സെറ്റായി വന്ന് ഞങ്ങൾക്ക് തന്നെ പറയാൻ ഒന്ന് അടുക്കാനൊരു സമയം വേണം. അതിനുള്ളൊരു സൗകര്യമൊന്നും നമ്മുടെ നാട്ടിലില്ല. ഒരാൽബിനോനെ തന്നെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെയൊക്കെ കാണിക്കുന്ന ആളുകൾ ഒരു 10 ആൽബിനിസമുള്ള ആളുകളുടെ മുമ്പിൽ വന്നിരുന്നു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിരിക്കുന്ന ഒരു സ്റ്റുഡിയോയിൽ
നിങ്ങളൊരാൾ മാത്രം സാധാരണക്കാരൻ, ഞങ്ങൾ ഒരു 10 ആളുകൾ ആൽബിനിസം ഉള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും ഞങ്ങളിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇറ്റ്സ് വെരി സ്ട്രെയിഞ്ച്. കാരണം അത് സോഷ്യൽ പ്രോബ്ലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ സിമ്പിളായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മാറ്റങ്ങൾ വരണം. അത് സോഷ്യൽ മീഡിയ വഴിയും ഇത്തരം വർത്തമാനങ്ങൾ തലത്തിൽ നിന്നും തുടങ്ങി അത് വേണ്ടി വരും. അതായത് സർക്കാർ തലത്തിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഹൈസ്കൂളിലൊക്കെ കൃത്യമായി അവർ ഈ മറ്റൊരു വ്യക്തിയെ നമ്മുടെ ശരീരത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയം തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചാൽ ഇത്രയധികം സോഷ്യൽ സ്റ്റിഗ്മയും ഇത്രയധികം അപകടങ്ങളും ഇത്രയധികം മാറ്റി നിർത്തലുകളൊന്നും വരത്തില്ല. അപ്പോൾ ഇനിയാണെങ്കിലും എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മളെയൊക്കെ കേൾക്കുന്ന ആളുകളിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെ മാറ്റം വരണം, അതിൽ കരിക്കുലം കമ്മിറ്റിയിലിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ആൽബിനിസത്തെക്കുറിച്ച് അറിയാത്തതല്ല. എന്തായാലും ഈ വീഡിയോ കാണുന്ന കുറച്ച് വ്യക്തികളോടുള്ള വളരെ റിക്വസ്റ്റാണ്. അതായത് കണ്ട് മേക്ക് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ആളുകളും ഇപ്പോൾ ഇൻ്റർവ്യൂ കാണുന്നുണ്ടാവുമായിരിക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇതിനകത്ത് വലിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ആൽബിനിസം സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട, അത് എന്താണെന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. സർക്കാർ തലത്തിൽ നിന്ന് ഇതിനുള്ള ഒരു തരത്തിലുമുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളോ അവരെടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ആൽബിനിസം ബാധിച്ചിരിക്കുന്ന വ്യക്തികളെ വളരെ തെറ്റായ ഒരു കണ്ണിലൂടെ കാണുന്ന സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് മുതൽ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. നമുക്ക് അതിൽ നിന്നൊരു മാറ്റം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സോ ഏതെങ്കിലും ആളുകളോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്രസ്സ്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ശരത്തിൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് സമൂഹത്തിലൊരു മാറ്റം വരുത്താൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും. അത് നമുക്കല്ല, ഇനി ജനിക്കാൻ പോകുന്ന ആൽബിനിസമുള്ള കുട്ടികൾക്കും വരും തലമുറയ്ക്കും കൂടിയുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. അതിന് ഞങ്ങൾ ABC മലയാളം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകളും കൂടി ഇതിനൊപ്പം ചേരുകയാണെങ്കിൽ അത് വലിയൊരു സാമൂഹിക സേവനമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.